ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ചില സഹാബികൾ മുത്തുനബിയുടെ ചില വാക്കുകൾ കേട്ടിട്ട് ഉറങ്ങാറ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ മുആദേ, അള്ളാഹുവാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അള്ളാഹുവാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് കേട്ടപ്പോൾ എങ്ങനെയായിരിക്കും മുആദ് ബിൻ ജബൽ അന്ന് ഉറങ്ങിയത്? എന്തായിരിക്കും അവരവസ്ഥ? എങ്ങനെയായിരിക്കും അബ്ദുല്ലാ ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു ഉറങ്ങിയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വടി അബ്ദുല്ലാ ബിൻ ഉനൈസ് തങ്ങൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നാളെ മഹ്ശറയിൽ ഞാനും നീയും തമ്മിലുള്ള അടിയാളം ഈ വടിയായിരിക്കുമെന്ന്. എങ്ങനെയായിരിക്കും മഹാനായ അബ്ദുല്ലാ ബിൻ ഉനൈസ് അന്ന് രാത്രി അത് കേട്ട് ഉറങ്ങിയിട്ടുണ്ടാവുക? ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറഞ്ഞല്ലോ, നിങ്ങളുടെ കാൽ ശബ്ദം ഞാൻ സ്വർഗത്തിൽ വെച്ച് കേട്ടു എന്ന്. അത് കേട്ടപ്പോൾ എങ്ങനെയായിരിക്കും ബിലാൽ തങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവുക? ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയോട് മുത്തുനബി പറഞ്ഞല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൽ നിന്ന് സലാം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും ഖദീജ ബീവി ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവുക? എന്തായിരിക്കും അവരുടെ മനസ്സിൻ്റെ അവസ്ഥ? ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറഞ്ഞു, അള്ളാഹു നിങ്ങളോട് ഖുർആനിലെ ചില സൂക്തങ്ങൾ ഓതി കേൾപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉബൈ തങ്ങൾ ചോദിച്ചു, അള്ളാഹു എൻ്റെ പേര് പറഞ്ഞിട്ടാണോ യാ റസൂലല്ലാഹ് ഓതാൻ പറഞ്ഞത്? അതേ എന്ന് പറഞ്ഞപ്പോൾ ഉബൈ റളിയല്ലാഹു അൻഹു ഒരുപാട് കരഞ്ഞു. എങ്ങനെയായിരിക്കും ഇവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുക അല്ലേ? എന്തായിരിക്കും അവരുടെ മനസ്സിലെ അവസ്ഥ? എന്നാൽ നമ്മളെക്കുറിച്ച് രാത്രികാലങ്ങളിലെ നിസ്കാരങ്ങളിൽ മുത്തുനബി നമ്മളെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ, നമ്മളെ കാണാൻ കൊതിക്കുന്നു എന്ന് മുത്തുനബി സഹാബികളോട് പറഞ്ഞപ്പോൾ നമുക്കെന്തേ മനസ്സിനൊരു ചാഞ്ചാട്ടില്ലാത്തത്? നമുക്കെന്തേ ആ തങ്ങളോടുള്ള മഹബത്ത് കൽബിൽ വർദ്ധിക്കാത്തത്? എന്ത് പറ്റി നമ്മുടെ ഹൃദയങ്ങൾക്ക് എന്ന് സ്വയം ചോദിക്കുക.